കുടുംബമായും കൂട്ടുകാരുമായുമെല്ലാം ഒരുമിച്ച് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിനെ പറ്റിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മലപ്പുറം പരപ്പനങ്ങാടിയിലെ ന്യൂ കട്ട് ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ന്യൂ കട്ടിന്റെ കാഴ്ചകളിലേക്ക്. മനോഹരമായ കാഴ്ചകൾ തേടിയും വൈബ് തേടിയും ഒക്കെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നമുക്ക് ചുറ്റും തന്നെ ഇത്തരത്തിൽ മനോഹരമായ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെയുണ്ട്. ഇന്ന് അത്തരത്തിലൊരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള ന്യൂ കട്ട് എന്ന് പറയുന്ന സ്ഥലം. പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, താനൂർ നഗരസഭകൾ അതിര് പങ്കിടുന്ന ഈ സ്ഥലം അതിമനോഹരമാണ്. നിരവധി ആളുകളാണ് ഇവിടെ കാണാൻ വരുന്നത്. ഏതായാലും നമുക്ക് ന്യൂ കട്ടിൻ്റെ ആ മനോഹര കാഴ്ചകൾ കാണാം. കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല പൊതുവെ. കാരണം പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ സംവിധാനങ്ങൾ തന്നെ, കാഴ്ചകൾ തന്നെ ഇവിടെ ഉണ്ട്. പാറയിൽ VCB ആയാലും പാറയിലെ വെള്ളച്ചാട്ടം, ഇപ്പോൾ ഈ ന്യൂ കട്ടിലെ വെള്ളച്ചാട്ടം, അതൊക്കെ പ്രകൃതി തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ശ്രദ്ധ ഈ ഭാഗത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നഗരസഭൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരല്. ആൾക്കാർ പല സ്ഥലത്തുനിന്നും വരും, ലോങ്ങിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ അതേമാതിരിയാണ് സംഭവം. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കണ്ടാലൊക്കെ. പിന്നെ കുളിക്കാനും സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പറോ നല്ല ഒഴുക്കാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ വരുന്നവർ കുളിക്കുമ്പോൾ ശ്രദ്ധിച്ച് നിന്നാൽ മതി. പുഴയ്ക്ക് കുറുകെയുള്ള ഈ നടപ്പാലങ്ങളെല്ലാം ഇങ്ങനെ കടന്നു വന്നാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് പോലുള്ള ഈ പുൽമേടിലെത്താം. ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പുഴയുടെ ഒഴുക്കൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് വൈകുന്നേരങ്ങളിൽ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായിട്ടുള്ള ചില ടൂറിസം പദ്ധതികളുമായിട്ട് ഇപ്പോൾ പ്രപ്പോസലായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക പഠനങ്ങളും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂ കട്ട് പൊളിച്ചിട്ട് പുതിയൊരു ഷട്ടർ സംവിധാനത്തിലുള്ള പുതിയൊരു റെഗുലേറ്റർ കൊണ്ടുവരാനുള്ള സംവിധാനം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. ഏകദേശം 100 കോടി രൂപയുടെ പദ്ധതി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കൊക്കെ കണ്ട് പ്രകൃതി മനോഹരമായി ആസ്വദിച്ച് സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ന്യൂ കട്ട് എന്ന് പറയുന്നത്. പക്ഷേ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. നിരവധി അപകടങ്ങൾ നടന്നൊരു സ്ഥലമാണ്, കുത്തൊഴുക്കുള്ള വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ് എന്ന കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഈ മനോഹര കാഴ്ചകൾ ദൃശ്യങ്ങളിൽ പകർത്തിയ ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ.